64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അങ്ങനെ ആവേശോജ്വലമായ തുടക്കമായിരിക്കുകയാണ്. പൂരപ്പെരുമയേറുന്ന തൃശ്ശിവപേരൂരിൽ ഇനി കുട്ടിപ്പൂരത്തിന്റെ നാളുകളാണ്. കലോത്സവ വേദിയിലെ ജനം TV പവലിയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എങ്ങനെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം? കളറല്ലേ, എന്താണ് വൈബ്? അശ്വതി, ഈ തൃശ്ശൂർ പൂരത്തിന് കണക്കെയുള്ളൊരു സാഹചര്യമാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ, ശക്തൻ്റെ മണ്ണിൽ ഇപ്പോഴുള്ളത്. വലിയ ജനത്തിരക്കുണ്ട്, മത്സരങ്ങൾ കാണാൻ ആളുകളുടെ വലിയ തിരക്കുണ്ട്. അല്പം മുമ്പാണ് 10 മണിക്കായിരുന്നു ഉദ്ഘാടനം പറഞ്ഞത്, അത് അല്പം വൈകി. അതിനുശേഷം 11 മണിക്കാണ് ഉദ്ഘാടനം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഏകദേശം 1 മണിയാകാറായി. ഈ സമയത്ത് മത്സരങ്ങൾ തുടങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ എനിക്ക് പുറകിൽ കാണുന്ന ഏറ്റവും വലിയ, നേരത്തെ ഉദ്ഘാടനം നടന്നിരുന്ന ആ വേദിയിൽ, ഇവിടെയാണ് മോഹിനിയാട്ടം അടക്കമുള്ള ഗ്ലാമർ ഐറ്റമായിട്ടുള്ള ഈ കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമൊക്കെ നടക്കുന്നത് ഈ വേദിയിലാണ്. അതിന് ഈ ചുറ്റളവിൽ തന്നെ, നഗരപരിധിയിൽ തന്നെ നിരവധി വേദികളുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ പരിപാടികൾ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ തന്നെ 10 മണിക്ക് തന്നെ വേദിയിലേക്ക് എത്താനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി, കളറാകാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വേദിയിൽ മോഹിനിയാട്ടം തുടങ്ങിയിട്ടില്ല, തുടങ്ങാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. കുട്ടികളൊക്കെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ജനത്തിരക്ക്, കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെയായി വലിയ ജനത്തിരക്കാണ് ഈ പൂരനഗരിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നുള്ളത്. അതിലൊക്കെ ഉപരി നല്ല ചൂടുള്ള ഒരു അന്തരീക്ഷം കൂടിയുണ്ട്. ചുട്ടു പൊള്ളുന്ന വെയിലാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ അതിജീവിച്ച് ഇവിടെ വലിയ ആളുകൾ ഇപ്പോൾ കലോത്സവ നഗരിയിൽ കാണാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. പല വേദികളിലാണ്, നഗരത്തിലെ പല ഇടത്തും ഇതേ രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും അശ്വതി. അതായത് ഇന്ന് ഇത്തരത്തിൽ ഈ മോണാക്ട് ഉണ്ട്, അതുപോലെ തന്നെ സംഘനൃത്തമുണ്ട്. അങ്ങനെ പല വേദികളിലായി പല മത്സരങ്ങൾ ഇന്നൊരൊറ്റ ദിവസം നടക്കും എന്നുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഉദ്ഘാടന പ്രസംഗത്തിനിടെ ഇതൊരു കുട്ടികളുടെ കലയാണ്. ആ പ്രസംഗവേദിയിൽ രാഷ്ട്രീയം സംസാരിക്കാനായിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചത്. പക്ഷേ അതിന് കൃത്യമായി മറുപടി തനിക്കറിയാം. പക്ഷേ അത് കുട്ടികളുടെ ഈ വേദിയിലല്ല രാഷ്ട്രീയം പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു കൃത്യമായ മറുപടി അത് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അത് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിവിടെ സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും ജനപ്രിയ ഐറ്റങ്ങളായിട്ടുള്ള ഓട്ടം തുള്ളൽ, കഥാപ്രസംഗം, സംസ്കൃത നാടകം, ലളിതഗാനം, സംഘഗാനം, അങ്ങനെ എല്ലാം ഈ കലോത്സവ നഗരിയിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം കലാപ്രതിഭകൾ അണിനിരക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് തൃശ്ശൂർ നഗരം മാറും എന്നുള്ളതാണ് അശ്വതി. തീർച്ചയായും അനഘ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ളൊരു വേദിയോ സാഹചര്യവും അല്ല ഇത് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. എന്തായാലും മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി. അനഘ, മറ്റൊരു വിശേഷം, അനഘ പറഞ്ഞല്ലോ അവിടെ ചൂടൊക്കെ കൂടുന്നുണ്ട്. അനഘയുടെ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് അനഘ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ്, നമ്മുടെ ടീം അവിടെ സജ്ജമായിട്ടുണ്ടോ? ജനം TV ഈ സമഗ്ര കവറേജ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ തരത്തിലും സജ്ജമായിട്ടുണ്ടോ? അശ്വതി, എല്ലാ രീതിയിലും സജ്ജമായിട്ടുണ്ട്. നമ്മുടെ പവലിയിൽ നിന്ന് നമ്മൾ അല്പം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇനി അവിടേക്ക് എത്താൻ കുറച്ച് അധികം നടക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ പവലിയനും അതിനുള്ള സജ്ജീകരണങ്ങളും ഒക്കെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്പം മുമ്പാണ് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ പവലിയൻ നേരിട്ട് എത്തുകയും അവിടെ ഉദ്ഘാടനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നു. സുരേഷ് ഗോപി അതിനുശേഷം പിന്നീട് അദ്ദേഹം സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പവലിയൻ, നമുക്ക് ഇത്തവണ കലോത്സവത്തിൽ നമുക്കൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്, നമുക്ക് ഒന്നാമത്തെ പവലിയൻ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സന്തോഷം നമുക്കുണ്ട്. ഈ കാണുന്ന ഈ ഭാഗത്തേക്കാണ് ഈ പവലിയൻ എല്ലാം തന്നെ, മറ്റ് മാധ്യമങ്ങളുടെയൊക്കെ പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നമ്മുടെ പവലിയൻ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് അശ്വതി, ഇതാണ് നമ്മുടെ പവലിയൻ. ജനം എഴുതിയിരിക്കുന്ന ഏറ്റവും 1-ാം നമ്പർ പവലിയൻ തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പവലിയൻ അശ്വതി. ഇവിടെ നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഓരോ വേദിയിലേക്ക് പോയിരിക്കുകയാണ്.
മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങളൊക്കെ അതേപടി പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. നമ്മുടെ റിപ്പോർട്ടർമാരും എല്ലാവരും ഇവിടെ വലിയ തിരക്കിലാണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസറിനോട് വേണമെങ്കിൽ പ്രതികരണം തേടാം. അനഘ, കലാപ്രതിഭകളെത്തും തീർച്ചയായും. അതായത് നമുക്കൊപ്പം ഈ എന്താണ് തൃശ്ശൂരിന്റെ പൾസ് എന്ന് ചോദിക്കൂ പ്രഹ്ലാദനോട്. ഉണ്ട്. എങ്ങനെയുണ്ട് ഒരു കലോത്സവ വൈബ്? തീർച്ചയായിട്ടും കലോത്സവം ഒരുക്കിയല്ലേ നമ്മൾ. യഥാർത്ഥത്തിൽ നൂറുകണക്കിന് കുട്ടികൾ ഒരേ സമയം, ഏകദേശം 15,000-ഓളം വിദ്യാർത്ഥികളാണ് ഒരേ സമയം ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അവർക്ക് വേണ്ടി 25 വേദികളാണുള്ളത്. 249 ഇനങ്ങളിൽ മത്സരം നടക്കുന്നു. ഒപ്പം തന്നെ ഒരു പൂരം എങ്ങനെയാണോ തൃശ്ശൂർ ആഘോഷിക്കുന്നത് അതേ ആ ഒരു ആവേശത്തോടുകൂടി, അതേ ഒരു അനുകമ്പയോടുകൂടി, എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമാകും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ രാവിലെ മുതൽ ഈ കലോത്സവം എന്താണെന്ന് കാണാനും അത് കൊണ്ടറിയാനും കേട്ടറിയാനും വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു 5 ദിവസം തൃശ്ശൂർ ഒരു മൂഡിലാണ്. അതൊരു പൂരം മൂഡ് എങ്ങനെയാണോ അതേ മൂഡിൽ തന്നെ കലാപൂരത്തിന്റെ മൂഡിലാണ്. അതെ, അത് തന്നെയാണ് സാനു പറഞ്ഞ, അത് തന്നെയാണ്. അതായത് ഇനി അല്പസമയത്തിനകം നമ്മുടെ ഈ പവനിലേക്ക് കലാപ്രതിഭകൾ എത്തും. അവരെ നമുക്ക് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അശ്വതി. എന്തായാലും ഇപ്പോൾ മത്സരങ്ങളൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളൂ. മത്സരങ്ങൾ ആരംഭിച്ചതിന് ശേഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് എന്താണ് ആ മത്സരത്തിന്റെ ഒരു ചൂട്, ആവേശം, തൃശ്ശൂരിൽ പൂരം മാത്രമല്ല ഇത്തരത്തിൽ കലോത്സവങ്ങൾക്കൊക്കെ തന്നെ വലിയ സ്വീകാര്യതയും വലിയ ആവേശവും ഉണ്ട് എന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അശ്വതി, ശരിയാണക, ഫുൾ ഓൺ വൈബാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ടീം ജനം തയ്യാറായി കഴിഞ്ഞു. ഇതിന്റെ സമഗ്ര കവറേജുമായി പ്രേക്ഷകരിലേക്ക് എത്തും. പൂരപ്പെരുമേറുന്ന തൃശ്ശിവ പേരുള്ളിൽ ഈ കുട്ടിപ്പൂരത്തിന്റെ നാളുകളാണ്. ആവേശമൊന്നും ഒട്ടും തന്നെ ചോരാതെ തന്നെ ഈ കലോത്സവവേദിയിലെ വിശേഷങ്ങളും വാർത്തകളും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കും ജനം TV. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു നമ്മുടെ ജനം TVയുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.